കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത വിദേശ മദ്യം വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കേസിൽ വെള്ളയിൽ തോപ്പയിൽ വീട്ടിൽ ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ പെട്രോളിംഗിനിടെ പുതിയകടവ് ഗണപതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ബീച്ചിൽ അനധികൃത മദ്യവിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. സ്കൂട്ടറിൽ ചാരിയിരുന്ന പ്രതി പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി. പരിശോധനയിൽ പ്രതിയുടെ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ നിന്ന് 500 മില്ലി ലിറ്ററിന്റെ 13 വിദേശ മദ്യക്കുപ്പികളും മദ്യം വിറ്റുകിട്ടിയ 6120 രൂപയും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബീച്ച് വെള്ളയിൽ ഭാഗങ്ങളിൽ മദ്യവിൽപ്പന നടത്തുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. തോപ്പയിലെ ബിവറേജ് ഗോഡൌണിന് സമീപം പൊതുസ്ഥലത്ത് ചീട്ടുകളിച്ച കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. അന്ന് 17,570 രൂപയും കണ്ടെത്തിയിരുന്നു. വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ സനീഷ് മിഥുൻ, സിപിഒമാരായ ബിജു മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും NDA, IMA, OTA, അഗ്നിവീർ, മിലിറ്ററി നഴ്സിംഗ് കൂടാതെ റെയിൽവേ SSC പരീക്ഷകൾക്കായി റിട്ടയർഡ് മിലിറ്ററി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനം. എഴുത്ത് പരീക്ഷ മുതൽ SSB ഇന്റർവ്യൂ വരെയും ഫിസിക്കൽ ട്രെയിനിങ് മുതൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരെയും ഓരോ ഘട്ടത്തിലും നിങ്ങളോടൊപ്പം കേണൽസ് അക്കാഡമി. വെറും 6 മാസത്തിനുള്ളിൽ ജോലി റെഡിയാക്കൂ. ഇനി സ്വപ്നം കാണേണ്ട, യൂണിഫോം അണിയാനുള്ള നേരമാണ്. കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരിയിലും കോഴിക്കോട് കുണ്ടുപറമ്പിലും. നിങ്ങളുടെ സ്വപ്നത്തിന് ഒരു സൈനികന്റെ ഉറപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.